പുത്തൻ സിനിമയുടെ വിശേഷം പങ്കുവെക്കാൻ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട, നമുക്ക് മലയാളികളെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമ്മ മല്ലികാമ്മ. അല്ല, സത്യമാണ്. കാരണം എപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കുകയും ചെയ്യും. ഹൈദരാലി ചേച്ചി എന്തുകൊണ്ട് വിശേഷം, സുഖമായിരിക്കുന്നോ, എന്തുവാ കാലിന്, സകല കാര്യങ്ങളും അന്വേഷിക്കുന്ന ഒരു അനിയനാണ്. അതില്ലാന്ന് പറയാൻ പറ്റത്തില്ല. പുതിയൊരു സിനിമ അല്ലേ? തീർച്ചയായിട്ടും. സിനിമയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വിഷമം വരുവാണ്. അതാണ് ഏറ്റവും വലിയ തമാശ. വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന് പേര്, പക്ഷെ ഇറങ്ങി പോകുന്നവർ ചിരിച്ചോണ്ട് പോകും. അതാണ് സിനിമ, യാതൊരു സംശയമില്ല. നല്ലൊരു സിനിമയായിരിക്കും. നല്ല തമാശയും ചിരിയും ഒരു കുടുംബത്തിലെ ചില ബഹളങ്ങളും എല്ലാം ഉണ്ട് അതിനകത്ത്. എല്ലാം ഉള്ള സിനിമയാണ്. ചേച്ചി ഒരേ സിനിമകൾ സെലക്ട് ചെയ്യുമ്പോഴും അമ്മ കഥാപാത്രങ്ങൾ ഒത്തിരി സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുക എന്താണ്, ഈ അമ്മയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? അതായത് ഒരു വീട്ടിൽ ഒരു അമ്മയുടെ മരണം നടക്കുക, മനസ്സിലായില്ലേ? അപ്പം ആ അമ്മയാണെങ്കിലോ ജഗജ്ജാല ഇല്ലാടി ഒരു അമ്മ, മോനെയും മരുമോളെ എല്ലാവരെയും തോണ്ടിയിരിക്കുന്ന ഒരമ്മ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഈശ്വര ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാണ്, ഇതെന്ത് ഈ അമ്മയാണ്. അപ്പം ഈ കൊച്ചുമോളുമായിട്ട് അമ്മയ്ക്ക് വലിയ അടുപ്പമാണ്, മനസ്സിലായില്ല, അനശ്വരയായിട്ട്. അപ്പം ഞാൻ എപ്പോഴും പറയും, നീ ഇതെന്തോടി ഇങ്ങനെ ചുമ്മാ, അപ്പം തിരുവനന്തപുരം ഭാഷയാണ്, നീ എന്തേടി പറയുന്നത് ചുമ്മാതെ, പാവ ആ പെണ്ണ് അവൾ നീ ഒന്ന് സമ്മതിച്ചു കൊണ്ട് ചോദിച്ചടാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ മോക്കാണെങ്കിൽ ഈ അമ്മൂമ്മയെ വലിയ കാര്യമാണ്. അത് കഴിഞ്ഞാൽ ഉടനെ പിന്നെ വരുന്നതൊക്കെ എന്താണെന്ന് വെച്ചാൽ അതാണ് പിന്നെ ഒരു സസ്പെൻസ്. കാരണം അവിടെ ഞാനും എൻ്റെ കൊച്ചുമോളും കൂടെ ഉള്ള ഒരു സ്നേഹത്തിൻ്റെ പാരമ്യത്തിലേക്ക് എത്തുക. അത് ഒരു നല്ല രസമാണ് അത്. കാരണം എന്താ വെച്ചാൽ ആ പടം കണ്ടു കഴിയുമ്പോൾ എൻ്റെ പൊന്നു ദൈവമേ, അത് കുറേ നല്ല പുതിയ കുട്ടികൾ ഒരുപാട് പേരുണ്ട്, എല്ലാവരും അസലായിട്ട് അഭിനയിച്ചിരിക്കുന്നു. അയ്യോ ദൈവമേ, ഒരുപാട് കോമഡി ചെയ്യുന്ന പിള്ളേർ, ബൈജു, ഇവർ എന്ന് വേണ്ട, നന്നായിട്ട് എല്ലാവരും വർക്ക് ചെയ്തിട്ടുണ്ട്, അഭിനയിച്ചിട്ടുമുണ്ട്. ഗംഭീര സിനിമയായിരിക്കും. എനിക്ക് തോന്നുന്നു ചേച്ചി ഈ സിനിമ വയ്ക്കും കൊച്ചുമോളുമായിട്ട്, ഈ സിനിമ ചേച്ചിക്ക് പേരക്കുട്ടികളായിട്ട് ഭയങ്കര അടുപ്പമാണ്. ഈ സിനിമ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലെ പേരക്കുട്ടികളായിട്ടുള്ള ആ ഒരു സംഭവമൊക്കെ എങ്ങനെ? അല്ല, ശരിയാ, തീർച്ചയായിട്ടും. അതെ, ഞാൻ എൻ്റെ കൊച്ചുമോക്ക് എന്നെ വലിയ, പ്രത്യേകിച്ച് ഇന്ദ്രൻ്റെ രണ്ടാമത്തെ മോക്ക് വലിയ കാര്യമാണ്, നക്ഷത്രയ്ക്ക്. അപ്പോൾ കൂടെ ഒക്കെ അവൾ വന്നിട്ട് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും, ശരിയായില്ലേ, അനശ്വരയുടെ കാര്യം പറഞ്ഞാൽ ഇവൾ എന്തൊക്കെയാണ് ചോദിക്കുന്നത് എനിക്ക് തോന്നാറുണ്ട്. എന്നാലും ഞാൻ വിചാരിക്കും, അല്ല മോളെ ഇത് ഇങ്ങനെ അങ്ങനെ മറ്റേത്, അമ്മൂമ്മ എന്തമ്മൂമ്മ ഇങ്ങനത്തെ പേരെന്നൊക്കെ അവൾ ചോദിക്കാറൊക്കെ ഉണ്ട്. ഞാൻ പറയാം, അതാണ് എൻ്റെ രഹസ്യം, മോള് പടം കണ്ടു നോക്ക് എന്നൊക്കെ ഞാൻ പറയും. ഏതായാലും ഒരു മനസ്സിനൊരു സംതൃപ്തി ഉണ്ട് ഇപ്പോൾ. എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ചേച്ചി ഒത്തിരി അമ്മ വേഷങ്ങൾ ചെയ്തപ്പോൾ ഇതിലെ വ്യത്യാസം എന്താണെന്ന് ചേച്ചി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ കുടുംബ ബന്ധങ്ങളാണല്ലോ ഒരു സിനിമയ്ക്ക് ഏറ്റവും വേണ്ടത്, കുടുംബ ബന്ധങ്ങൾ. ചേച്ചിയുടെ ജീവിതം അങ്ങനെ കുടുംബ ബന്ധം എന്ന് വെച്ചാൽ ഭയങ്കര കുടുംബ ബന്ധമാണ്. ഒരാളെ കണ്ടാൽ ആ കുടുംബ ബന്ധം, ഇപ്പൊ എന്നെ കണ്ടാലും എപ്പോഴും ഇഷ്ടപ്പെടുന്നു ചേച്ചി. അങ്ങനെ ആരെ കണ്ടാലും ഇഷ്ടം മനസ്സിൽ. എന്താണെന്നറിയാമോ, എനിക്കങ്ങനെ ആരോടും പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. പിന്നെ കുറെ പേരുണ്ടല്ലോ ഈ ട്രോള് കൊണ്ട് ജീവിക്കുന്നവർ, കഷ്ടം. എനിക്ക് സഹതാപം കേട്ടോ അവരോടൊക്കെ. കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് വേറെ വരുമാനമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ട്രോള് മറ്റേ അതേസമയം ഹൈദരാലിയൊക്കെ അങ്ങനെയല്ല, ഉള്ളതുപോലെ കാര്യങ്ങൾ പറയുന്നവരല്ലേ. അപ്പം ചിലപ്പോൾ അതുപോലെ ശത്രുക്കൾ ഇഷ്ടം പോലെ കാണും. പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ആൾക്കാർ അല്ലെ എന്തെങ്കിലും ഒരു ഈ ട്രോള് ഒക്കെ ചെയ്യുകയും പറയുകയും എഴുതി പിടിപ്പിക്കുന്നവരൊക്കെ ഒരു കാര്യം വിചാരിക്കണം, എന്താണ് ഇവരോട് ഞാൻ ചെയ്ത തെറ്റ് അല്ല, കേൾക്കട്ടെ. അപ്പോൾ ഞാൻ കണ്ടെടുത്തോളം എന്താണെന്ന് വെച്ചാൽ, ഇവർ ഈ ട്രോൾ എഴുതിയിട്ട് 50 പേര് കാണുന്നത് 100 പേര് കാണും. അത് അവരുടെ ഒരു വരുമാന മാർഗ്ഗമാണ്. അയ്യോ പാവം, ഞാനൊരു ചാരിറ്റി ചെയ്യുക, എടുത്തോണ്ട് പോട്ടെ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.